ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ത് കാര്യവും നമുക്ക് ചെയ്യാം എന്ന് എങ്ങനെ പറയുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്. ലെറ്റേഴ്സിനെ നമുക്ക് ഷോർട്ടായിട്ട് ലെറ്റ്സ് എന്ന് പറയാം. അപ്പം ഇത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എന്ന് പറയാനായിട്ട് ലെറ്റ്സ് ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. എങ്ങനെയാ? ലെറ്റ്സ് ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടെ പോകാം. അപ്പം ആദ്യം ലെറ്റ്സ് ഗോ ദെയർ. നമുക്ക് അവിടെ പോകാം. നമുക്കൊരു പാട്ട് പാടാം. ലെറ്റ്സ് സിംഗ് എ സോങ്. നമുക്ക് കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് അവരെ സഹായിക്കാം. ലെറ്റ്സ് ഹെൽപ്പ് ദം. നമുക്ക് ചെസ് കളിക്കാം. ലെറ്റ്സ് പ്ലേ ചെസ്. നമുക്ക് പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് എഴുതാം. ലെറ്റ്സ് റൈറ്റ്. നമുക്ക് കാണാം. ലെറ്റ്സ് സീ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ. നമുക്ക് അവനോട് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ഹിം. നമുക്ക് ഒരുമിച്ച് പോകാം, അല്ലെ നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ടുഗെദർ. അപ്പോൾ ലെറ്റ്സ് ഗോ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലെറ്റ്സ് റീഡ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പാടാം. ലെറ്റ്സ് സിംഗ് ടുഗെദർ. നമുക്ക് ഒന്നിച്ച് നടക്കാം. ലെറ്റ്സ് വോക്ക് ടുഗെദർ. അപ്പൊ ഒന്നിച്ചെന്ന് പറയാനായിട്ട് ടുഗെദർ എന്ന് പറയുന്ന ആ വേർഡ് കൂടെ കൂട്ടിച്ചേർക്കുക. അപ്പം ആദ്യം ലെറ്റ്സ്, അതിനുശേഷം വേർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.